ചെയ്യണം എന്നാണ് അല്ലെ? അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? ജസ്റ്റ് ചാറ്റ് ബോക്സിലൊക്കെ അത് കമന്റ് ചെയ്യൂ. ആരും ചെയ്യാറില്ലേ? യെസ്, ഓക്കെ. മണി സർ, താങ്ക് യു. ഷിജ മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ മണി സാറും ഷിജ മാം മാത്രമാണോ ചെയ്യുന്നത്? ബാക്കിയുള്ളവരൊന്നും കേൾക്കുന്നില്ലേ? എന്താണ് നിങ്ങളുടെ റെസ്പോൺസ് ഇല്ലാത്തത്? ചെയ്യാറുണ്ട്. ഓക്കെ, രഞ്ജിത്ത് സർ, താങ്ക് യു. ബീന മാം, താങ്ക് യു. കൃഷ്ണമൂർത്തി സർ, താങ്ക് യു. ഓക്കെ, ഫൈൻ. ഷില മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോവാം. ഓൾറെഡി നമുക്ക് ഇതിന് മുൻപ് ഷാന മാം സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നല്ലൊരു സെഷൻ തന്നെ ആയിരുന്നു. സോ ഇന്നത്തെ ടോപ്പിക് വരുന്നത് ട്രൂ പാത്ത് എന്ന ഷുവർ പാത്ത് എന്ന ടോപ്പിക് ആയിട്ടാണ് മാം വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഷാന മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം, പ്ലീസ് വെൽക്കം മാം. ഷാന മാം കേൾക്കാവോ? ഹലോ, ഷാന മാം. മണിസർ, ഞാൻ ഓഡിയബിൾ ആണല്ലോ അല്ലെ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മ്യൂട്ടാണ്. ഓക്കെ. ഇപ്പൊ ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൽ. അപ്പൊ എന്നെ വീണ്ടും വിളിച്ചതിൽ ഒരുപാട് താങ്ക്സ്. അപ്പം ഇന്നത്തെ എന്റെ ടോപ്പിക് ട്രൂ പാത്ത് ആണ്. അപ്പൊ അതില് നിങ്ങൾ ട്രൂ പാത്ത് എന്ന് പറയുമ്പോൾ ഡൗട്ട് ഉണ്ടാവും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ജനിച്ചത് മുതലേ നമുക്കൊരു വിവരം വെച്ച് വരുന്നത് മുതലേ നമുക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ ഒരു സ്വപ്നം കണ്ട രീതിയിലാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന ചില പേഴ്സണാലിറ്റീസ് ഉണ്ടാവും. ആ ഒരു പേഴ്സണാലിറ്റി അതേ രൂപത്തിലാണോ നമ്മളിപ്പോ നിലവിൽ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നത്? ആ ഒരു പേഴ്സണാലിറ്റിയിൽ തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നവരൊന്നൊക്കെ ഒരു ജസ്റ്റ് ഒരു ഹാൻഡ് തരുമോ? ഒരു കൈ പൊക്കുവോ? നമ്മുടെ ലൈഫില് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു 90% ആൾക്കാർക്കും ഉള്ള ആൻസർ എന്ന് പറഞ്ഞാൽ നോ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അറിയോ? നമ്മൾ കുട്ടിക്കാലം മുതലൊക്കെ തന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും. എനിക്ക് വലുതായാലും അങ്ങനെ വേണം, ഇങ്ങനെ വേണം, എനിക്ക് ഇന്ന ആളെ പോലെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ സ്വപ്നങ്ങൾ കാണും. പക്ഷെ എവിടെയോ നമ്മൾ ആ സ്വപ്നങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയോ? ഞാൻ ഒരാളെ എക്സാമ്പിൾ പറയാം. മമ്മൂട്ടിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ആക്ടർ മമ്മൂട്ടി അറിയാത്ത ആരും ഉണ്ടാവില്ല. മമ്മൂട്ടി അസാമാന്യമായിട്ടുള്ള അഭിനയ കഴിവുണ്ട്. പക്ഷെ അതിനേക്കാളും മമ്മൂട്ടിനെ എപ്പോഴും നമ്മൾ അതിശയത്തോടെ നോക്കുന്നത് എന്താ? മൂപ്പരുടെ ആ ഒരു സൗന്ദര്യം, ബ്യൂട്ടിയിലെ. 73 വയസ്സാണ് മമ്മൂട്ടിക്ക്. പക്ഷെ ഇപ്പോഴും ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാണ്. ഇപ്പം കുറെ AI കുറച്ച് ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നടന്മാരൊക്കെ വയസ്സായാൽ എങ്ങനെ ഉണ്ടാവും എന്ന് AI ക്രിയേറ്റ് ചെയ്തെടുത്തത്. പക്ഷെ അതിലും മമ്മൂട്ടി ദുൽഖർ സൽമാന്റെ അടുത്ത് നിൽക്കുകയാണ്. ദുൽഖർ സൽമാൻ അപ്പോഴും വയസ്സായി മുഖമൊക്കെ ചുളുങ്ങി നിൽക്കുമ്പോഴും മമ്മൂട്ടി ഇപ്പോഴും നിത്യ ഹരിതനായിട്ട് ദുൽഖർ സൽമാന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ ഒരു AI ക്രിയേഷൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഇപ്പോഴും തന്റെ 73-ാം വയസ്സിലും അത്ര സുന്ദരനായിട്ട് നിൽക്കുന്നതെന്ന് അറിയും? അവിടെയാണ് നമുക്ക് മമ്മൂട്ടിയുടെ ഫോക്കസ് അഥവാ ഷുവർ പാത്ത് എന്താണെന്ന് നോക്കേണ്ടത്. കാരണം തന്റെ ലൈഫിന്റെ ഒരു സമയത്ത് മൂപ്പരൊരു ഡിസിഷൻ എടുത്തു, ഒരു ഫോക്കസ് ചെയ്തു.
എനിക്ക് ഞാൻ നല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് ജീവിക്കണം. എൻ്റെ പ്രൊഫഷന് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആരോഗ്യത്തോടെ നിന്നാലാണ് ഹാപ്പിനെസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാവുക അദ്ദേഹം തിരിച്ചറിഞ്ഞത് മുതൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഹെൽത്തി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യണമെന്ന് അന്വേഷിച്ചു. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി അത് ലൈഫിൽ അപ്ലൈ ചെയ്ത് അത് തുടർന്നു പോയി. അവിടെ അദ്ദേഹം ചെയ്തത് ഒന്ന് ഷുവർ പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്തത്. പിന്നെ അതിൽ ഫോക്കസ് ചെയ്ത് അത് ലൈഫിൽ കൊണ്ടുവന്ന് അത് തുടർന്നു പോയി. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. എവിടെയും സ്റ്റെക്ക് വരാതെ തുടരുന്നത് കൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം തന്റെ വയസ്സിനെ അതിജീവിച്ചുകൊണ്ട് സുന്ദരനായിട്ട് ജീവിക്കുന്നത്. നമ്മളൊക്കെ കൊതിക്കുന്ന അത്രയും സുന്ദരനാണ് അല്ലെ? ഇപ്പൊ അടുത്തും ഏറ്റവും ഭംഗിയിൽ ഇപ്പോഴത്തെ മോഡേൺ ഡ്രസ്സ് ഇട്ടിട്ട് മമ്മൂട്ടി നിൽക്കുന്നത് കണ്ടാലും ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സിൽ കൂടുതൽ ആരും പറയില്ല. അപ്പൊ ആ ഒരു ഫോക്കസ്, മമ്മൂട്ടിയുടെ ഒരു ഫോക്കസ് ഭയങ്കര. അപ്പൊ അതുപോലെ ഒരു ഫോക്കസ് നമ്മുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഡ്രീം എവിടേക്കോ സ്റ്റക്കായി പോകുന്നത്. പക്ഷേ നമുക്ക് ഏത് ഏജിലും നമ്മുടെ ഫോക്കസ് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാലും നമ്മുടെ ലൈഫ് നമുക്കിപ്പോ എത്ര വയസ്സായാലും നമ്മൾ ഡ്രീമിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മുടെ ലൈഫിന്റെ സ്റ്റാരിങ്ങും ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ നമ്മുടെ കയ്യിലാണ്. അപ്പം എവിടെ സ്പീഡ് കൂട്ടണം, എവിടെ വളവ് തിരിയണം, എങ്ങനെയൊക്കെ തീരുമാനിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ഡിസിഷൻ എടുക്കാനുള്ള പവറും നമുക്കുണ്ട്. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പൊ അങ്ങനെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നോ അവർ സെൽഫ് എന്നൊരു പ്രോസസ് ഉണ്ട്. നമ്മളെ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എൻ്റെ ഡ്രീമിൽ ഞാൻ എത്തിയോ? അല്ലെങ്കിൽ ഉള്ള ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ലൈഫിൽ ഒരു ചേഞ്ച് കൊടുക്കാം എന്നുള്ള ഡിസിഷനിലെത്തും. ഇപ്പൊ ഡിസിഷനിൽ എത്തണമെങ്കിൽ എന്താണ് നമുക്ക് മാറ്റം വരേണ്ടത് എന്ന് അന്വേഷിക്കുക. നമ്മുടെ ഡ്രീമിൽ എത്താൻ നമ്മുടെ ലൈഫിൽ എന്താണ് മാറ്റം വരേണ്ടത് എന്ന് അന്വേഷിക്കുക. ആ മാറ്റം വരുത്താൻ ശ്രമിക്കുക. ലൈഫിൽ ചെറിയ ചെറിയ ഹാബിറ്റ്സിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൽ എന്ത് മാറ്റം വരുത്തണം എന്ന് ഡിസൈഡ് ചെയ്യാം. ഈ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. പതിയെ പതിയെ മാറ്റങ്ങൾ വരുത്തി വലിയ വലിയ മാറ്റങ്ങളിലേക്ക് പോവാണ് വേണ്ടത്. ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയാം. ഒരു രാജാവ്, ആ രാജാവ് തന്റെ യുദ്ധങ്ങളിലൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ യുദ്ധങ്ങളിലും പരാജയപ്പെട്ട് അവസാന യുദ്ധത്തിലും പരാജയപ്പെട്ട് അയാൾ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടി ഒരു വൃദ്ധയുടെ കുടിലിൽ മുട്ടി വിളിക്കുകയാണ് സഹായത്തിന് വേണ്ടി. ഇങ്ങനെ ആ വൃദ്ധ വാതിൽ തുറന്നു. രാജാവാണെന്ന് അവർക്കറിയില്ല. അകത്തേക്ക് സ്വീകരിച്ച് അടുത്തിരുത്തി. രാജാവ് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ നല്ല ചൂടുള്ള കഞ്ഞി രാജാവിന് കൊടുത്തു. രാജാവ് വിശപ്പിന്റെയും ഒക്കെ കാഠിന്യത്തില് പെട്ടെന്ന് തന്നെ ആ കഞ്ഞിയിലേക്ക് കൈയിട്ടു. അതുപോലെ തന്നെ കൈ തിരിച്ചു വലിച്ചു. നല്ല ചൂടുള്ള കഞ്ഞിയാണ്. അപ്പം തിരിച്ചു വലിക്കുമ്പം ഉറക്കെ കരഞ്ഞു. ആ കൈ ചൂടുള്ള വെള്ളത്തില് കൈ മുട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ ബുദ്ധിമുട്ടില് ഉറക്കെ കരഞ്ഞുകൊണ്ട് കൈ തിരിച്ചു വലിച്ചു. ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി വൃദ്ധ അവരെ നോക്കിയിട്ട് ചിരിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ രാജാവിനെ പോലെ കളിക്കല്ലേ. ഇത് കേട്ട രാജാവിനോടാണ് പറയുന്നത്. അപ്പൊ രാജാവിന് ആകാംക്ഷയായി. അപ്പൊ എന്താ നമ്മുടെ രാജാവിന് പ്രശ്നം ചോദിച്ചു. അപ്പൊ ഈ വൃദ്ധ പറയാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ ഞങ്ങളുടെ രാജാവ് ചെയ്യുന്ന എല്ലാ യുദ്ധങ്ങളിലും പരാജയപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് നിങ്ങൾക്കറിയോ? ഇത് കേട്ട രാജാവിന് ആകാംക്ഷയായി. കാരണം സ്വന്തം കഥയാണ് പറയുന്നത്. എന്താന്ന് ചോദിച്ചു. രാജാവ് തന്റെ ശക്തി തിരിച്ചറിയാതെ ഒന്നെങ്കിൽ അയാളുടെ ശക്തിക്ക് തുല്യമായിട്ടുള്ള ശക്തിയോടാണ് പോരാടുന്നത്, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ ശക്തിയുള്ള രാജ്യങ്ങളോടാണ് പോരാടുന്നത്. ആദ്യം രാജാവ് സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ് തന്റെ താഴെയുള്ള ചെറു ചെറു രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് തന്റെ ശക്തി കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് അവസാനം
അവര് ശക്തിക്ക് തുല്യമായി വരുന്ന രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എത്ര വിജയത്തിൽ എത്തായിരുന്നു. അതുപോലെയാണ് നിങ്ങൾ കുടിക്കുന്ന കഞ്ഞി. അല്ല, ഈ ചൂടുള്ള കഞ്ഞി സൈഡിൽ നിന്ന് കുറച്ച് കുറച്ച് കുടിച്ചിരുന്നെങ്കിൽ ഈ കൈ പൊള്ളാതെ ആ കഞ്ഞി മുഴുവനും വളരെ സമയമെടുത്ത് കുടിച്ചു തീർക്കായിരുന്നു. പക്ഷെ അയാൾ എന്താ ചെയ്തത്? രാജാവ് ചൂടുള്ള കഞ്ഞിയുടെ നടുവിലേക്ക് കൈകുത്തി. അതുപോലെയാണ് പിന്നെ ഈ രാജ്യം വെട്ടിപ്പിടിക്കുന്നതും. ചെറിയ ചെറിയ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോയാൽ ആ രാജാവിന് സക്സസ് ആവായിരുന്നു, വിജയത്തിൽ എത്താമായിരുന്നു എന്ന് ഈ വൃദ്ധ പറഞ്ഞപ്പം രാജാവ് തന്റെ തെറ്റ് മനസ്സിലാക്കുകയും പിറ്റേന്ന് രാവിലെ തന്നെ തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി പതിയെ തന്റെ യുദ്ധത്തിന് വേണ്ടിയിട്ട് പതിയെ ഒരുങ്ങി ചെറിയ ചെറിയ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് പിന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ ഒരു വലിയ ശക്തിയായിട്ട് വളരാൻ അദ്ദേഹത്തിന് പറ്റി. ഇതുപോലെ തന്നെയാണ് നമ്മളെ ഹാബിറ്റ്സും. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഹാബിറ്റ്സിൽ വരുത്തുക. ഉദാഹരണമായിട്ട് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ കിടക്കുന്ന ബെഡ് വൃത്തിയാക്കി തുടങ്ങും. ആ ബെഡ് നന്നായി വിരിച്ച് തലയാണയൊക്കെ വെക്കേണ്ടടുത്ത് വെച്ച് പുതപ്പ് മടക്കി വിരിച്ച് ഇറങ്ങുന്ന സമയത്ത് വളരെ സിമ്പിൾ ആണ്. 5-10 മിനിറ്റ് മാത്രമേ അതിന് വരുന്നുള്ളൂ. പക്ഷെ ഒരു സിമ്പിൾ കാര്യം നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ ഓർഡർ ആവണം, അടുക്കും ചിട്ടയോടുകൂടി നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ്. പിന്നെ വേസ്റ്റ് നിലത്ത് കിടക്കുന്നത് എടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടുക. അതൊക്കെ തന്നെ നമ്മളെ ബ്രെയിന് കൊടുക്കുന്നത് ഇതാണ്. എന്റെ ബ്രെയിൻ യൂസ് ചെയ്യുന്ന ആള് വളരെ അടുക്കും ചിട്ടയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ്. അതോടുകൂടി ആ ഒരു ബ്രെയിന് നമ്മളായിട്ട് കണക്ട് ആവും. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഹാബിറ്റ് ആയിട്ട് കണക്ട് ആവും. നമ്മൾ പോലും അറിയാതെ നമുക്കൊരു ഹാബിറ്റ് ക്രിയേറ്റ് ആവും. നമ്മൾ എന്ത് ഡ്രീമാണോ ഉദ്ദേശിക്കുന്നത് ആ ഡ്രീമിനനുസരിച്ചുള്ള ഹാബിറ്റുകൾ വളരെ ചെറുതായിട്ട് നമ്മൾ തുടങ്ങുകയും ബ്രെയിന് ആ ഹാബിറ്റ് ആയിട്ട് കണക്ട് ആവുകയും പതിയെ ബ്രെയിന് നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് തരും. ഇന്ന രീതിയിൽ പോകണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ബ്രെയിന് നമ്മൾ പോലും അറിയാതെ നമുക്ക് മെസ്സേജ് തരും. നമ്മൾ ആ ഓർഡർ മെല്ലെ മെല്ലെ കണക്ട് ചെയ്ത് ഉയർന്ന് പോകാൻ പറ്റും. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾക്ക് നല്ലൊരു ഹാബിറ്റ് ക്രിയേറ്റ് ആവും. ആദ്യം നമ്മൾ ഡിസിഷൻ എടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോ അവർ സെൽഫ്, നമ്മളെ മനസ്സിലാക്കി, നമ്മളെ ഡ്രീമിനെ മനസ്സിലാക്കി ഇപ്പൊ നമ്മൾ ഡ്രീമിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ ലൈഫിലുള്ളത്, ആ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞ് അത് നമ്മളൊരു ഹാബിറ്റായി ക്രിയേറ്റ് ചെയ്ത് ചെറുതായിട്ട് ഹാബിറ്റ് ഉയർത്തിക്കൊണ്ടുവരാം. ഈ 2 കാര്യങ്ങൾക്കും തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഫോൺ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഡ്രീമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടോപ്പിക് ഒക്കെ സെർച്ച് ചെയ്യാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ റീൽസിനെ സ്ക്രോൾ ചെയ്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമയം ഈ ഫോൺ ഇങ്ങനെ കവർന്നെടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോൺ എടുക്കുമ്പോൾ ഇന്ന ആവശ്യത്തിനാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ആവശ്യം കഴിഞ്ഞ് ഞാൻ എടുത്തു വെക്കും, ഇത്ര സമയം മാത്രമേ ഞാൻ ഫോൺ യൂസ് ചെയ്യുള്ളൂ എന്നൊരു സ്ട്രോങ് തീരുമാനം എടുത്ത് ഫോൺ യൂസ് ചെയ്ത് തിരിച്ചു വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് പർപ്പസിന് ഫോൺ എടുക്കണമെങ്കിൽ ഇന്ന സമയത്ത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഫോൺ എടുക്കുക. അങ്ങനെ നമ്മുടെ ടൈമിനെ കൃത്യമായിട്ട് ഓർഡർ ചെയ്യുക. ഫോണ് അനാവശ്യമായിട്ട് നമ്മളെ സമയത്തിനെ കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പതിയെ ഉയർന്നു തുടങ്ങും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസി അല്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് നമുക്കുള്ള ഒരു കംഫർട്ട് സോൺ ഉണ്ട്. നമ്മൾ അവിടെ ഭയങ്കര സേഫ് ആണ്. അവിടെയുള്ള ഒരൊറ്റ കാര്യം, നമുക്ക് പുരോഗമനമൊന്നും ഉണ്ടാവില്ല, എങ്ങനെയാണുള്ളത് അങ്ങനെ അവിടെ നിൽക്കാം. പക്ഷെ വളരെ കംഫർട്ടായ സോണാണ്. പക്ഷേ നമ്മളെ ഡ്രീം കുറച്ച് വലുതാണെങ്കിൽ ആ ഡ്രീമിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്തായിട്ട് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. ഈ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. നമ്മുടെ നേച്ചറിൽ തന്നെ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, മുന്നോട്ട് വരണം എന്ന് കാണിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പരുന്തിന്റെ സ്റ്റോറി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? പരുന്തിന്റെ ലൈഫ് ഹിസ്റ്ററി എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയുന്ന ആളുണ്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്റ്റോറിയാണ് ഈ പരുന്തിന്റെ സ്റ്റോറി. ഞാൻ ഒരുവിധം എല്ലായിടത്തും പറയും, കാരണം എന്നെ ഇൻസ്പയർ ചെയ്തൊരു സ്റ്റോറിയാണ്. പരുന്ത് എന്ന് പറയുന്നത് നമുക്കറിയാം പക്ഷികളിൽ ഏറ്റവും ഉയരത്ത് പറക്കാൻ പറ്റുന്ന നല്ല ശക്തനായിട്ടുള്ള ഒരു പക്ഷിയാണ്. പരുന്തിന്റെ ഒരു പ്രത്യേകതയാണ്
പക്ഷികളിൽ ഏറ്റവും കൂടുതൽ കാലം ലൈഫ് സ്പാൻ ഉള്ള ഒരു പക്ഷി. 70 വർഷമാണ്. ഈ 70 വർഷം നല്ല അടിപൊളി ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള കഴിവുണ്ട് പരുന്തിന്. പക്ഷേ ഇതിന്റെ ഇടയിൽ ഒരു 40 വർഷം ആകുമ്പോൾ, 40 വയസ്സാകുമ്പോൾ പരുന്തിന് ഒരു പ്രശ്നം വരും. പരുന്തിന്റെ ഏറ്റവും ശക്തിയുള്ള ഒരു സംഭവമാണ് കാലിലെ നഖങ്ങൾ. ആ നഖങ്ങളുടെ ശക്തി കുറയും. നമുക്കറിയാം, ഇങ്ങനെ പരുന്ത് പറന്ന് വന്നിട്ട് ഇരകളെ റാഞ്ചി കൊണ്ടുപോകും. പക്ഷെ അങ്ങനെ പിടിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ആ നഖങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നെ പരുന്തിന്റെ മറ്റൊരു ശക്തമായിട്ടുള്ള ബോഡി പാർട്ടാണ് കൊക്ക്. ആ കൊക്ക് വളർന്ന് വളർന്ന് വളയും. ഒരു തരത്തിലും ആ കൊക്ക് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാതാവും. പിന്നെ വേറെ ഒന്നാണ് ഈ ചിറകുകൾ. ചിറകുകളുടെ തൂവലുകളുടെ ശക്തി, കനം ഭയങ്കരമായിട്ട് കൂടിയിട്ട് പറക്കാൻ പറ്റാതാവും. ഈ ഒരു സമയത്ത് ഈ പരുന്ത് എടുക്കേണ്ട ഒരു ഡിസിഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഉള്ള അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാം. അങ്ങനെ മുന്നോട്ട് പോയി ഒരു 40-41 വയസ്സിൽ അത് ചത്തുപോകും. ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയാതെ ചത്തുപോകും. അല്ല, എനിക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാം. അതിനനുസരിച്ച് പരുന്തിന്റെ ഹാബിറ്റ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതിന് പരുന്ത് ചെയ്യേണ്ടത് ആദ്യം ശരിക്കും ആ സമയം ഒരു സന്യാസ ജീവിതമാണ് പരുന്തിൻ്റെത്. ആ ഒരുവിധം ആളൊന്നും എത്താത്ത വളരെ ഉയരത്തിലുള്ള ഒരു പാറകളുടെ ഇടയിലോ അങ്ങനെ എവിടെയെങ്കിലും പരുന്ത് തന്റെ വാസം ഉറപ്പിക്കും. അതിനുശേഷം ആദ്യം ചെയ്യുന്നത് പരുന്തിന്റെ കൊക്ക്, നീണ്ട് വളഞ്ഞ് ഉപയോഗശൂന്യമായിട്ടുള്ള കൊക്കും നഖങ്ങളും ഒക്കെ അവിടെയുള്ള പാറയിലോ എവിടെയെങ്കിലും ഉറപ്പുള്ള സ്ഥലത്ത് ഇടിച്ചിടിച്ച് അത് പൊട്ടിച്ച് കളയാം. അത് പൊട്ടിച്ച് കളയാന്ന് പറഞ്ഞാൽ പറയുന്നത് പോലെ അത്ര ഈസി അല്ല. നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ കൊക്കും നഖങ്ങളൊക്കെ പൊട്ടിച്ച് കളയുമ്പോൾ നല്ല ചോര വരും, അതിന്റെ പെയിൻ ഉണ്ടാവും. പക്ഷെ അതൊന്നും വക വെക്കാതെ പരുന്ത് ഈ പ്രോസസ്സ് തുടരും. ഇങ്ങനെ കൊക്കും നഖങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നടക്കാനോ ഇരയെ പിടിക്കാനൊന്നും പരുന്തിന് കഴിയില്ല. തന്റെ അടുത്തേക്ക് ഇഴഞ്ഞു വരുന്ന ചെറിയ പ്രാണികളെ, പുഴുക്കളെയൊക്കെയാണ് ഈ സമയത്ത് ഈ പരുന്തിന് കഴിക്കാൻ പറ്റുക. അതൊക്കെ കഴിച്ച് കാത്തിരിക്കുമ്പോൾ പതിയെ പതിയെ കൊക്കും നഖങ്ങളൊക്കെ വളർന്നു വരും. നല്ല മൂർച്ചയുള്ള കൊക്കുകളും നല്ല ആരോഗ്യമുള്ള നഖങ്ങളൊക്കെ വളർന്നു വരും. എന്നാൽ ഇവിടെയും തീരുന്നില്ല. കാരണം കനമുള്ള ചിറകുകൾ അവിടെ ബാക്കിയുണ്ട്. പിന്നെ പരുന്ത് പതിയെ പതിയെ തന്റെ കൊക്ക് കൊണ്ട് തന്റെ ഓരോ ചിറകുകളും കുത്തിപ്പറിച്ച് മാറ്റുകയാണ്. അതും വളരെ പെയിൻഫുൾ ആണ്. പക്ഷെ ഈ പെയിൻ ഒന്നും വക വെക്കാതെ ഓരോ ചിറകുകളും കുത്തി കുത്തി അവസാനത്തെ തൂവലും തീരുന്നത് വരെ കൊതുകല്ല, പരുന്ത് ഇത് തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടും ഒരു കാത്തിരിപ്പാണ്. പിന്നെ പൂർവാധികം ശക്തിയോടെ നല്ല ആരോഗ്യമുള്ള ചിറകുകളും കൊക്കുമൊക്കെ കൊണ്ടിട്ട് തുടർന്നുള്ള 30 വർഷത്തേക്ക് ഈ പരുന്ത് ഉയർത്തെണീക്കും. ഈ പരുന്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മറ്റു പക്ഷികള് കൊടുങ്കാറ്റുകളെ പേടിക്കും. പക്ഷെ പരുന്ത് ഈ കൊടുങ്കാറ്റിനെ ഒരു സാധ്യതയായിട്ടാണ് കാണുന്നത്. കൊടുങ്കാറ്റിനെ അതിജീവിച്ച് പറക്കാനുള്ള കഴിവുണ്ട് പരുന്തിന്. 40-ാം വയസ്സിൽ താൻ ആ ഒരു ഡിസിഷൻ എടുക്കുകയും തന്റെ ഹാബിറ്റായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് പരുന്തിന് ഈ ഒരു ശക്തി 30 വർഷം വളരെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ആ ഒരു ഡ്രീമിലേക്ക് എത്താൻ പറ്റിയത്. ഇതുപോലെ നമ്മുടെ നേച്ചറിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ലോബ്സ്റ്റർ, ഇത് കടലിലുള്ള ഒരു ജീവിയാണ്. നല്ല ടേസ്റ്റ് ആണ്, നല്ല വിലയുള്ള ഒരു ജീവിയാണ് ഈ ലോബ്സ്റ്റർ. അതിനും ഇതുപോലെയാണ്. അതൊരു പരിധി കഴിഞ്ഞ് അതിന് വളരണമെങ്കിൽ അതിന്റെ ഷെല്ല് പൊട്ടിക്കണം. അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് വളരെ സോഫ്റ്റ് തൊലിയായിരിക്കും. ചെറിയ മണൽത്തരി പോലും അതിനുണ്ടാക്കുന്ന വേദന എന്ന് പറഞ്ഞാല് അതിഭീകരാണ്. പക്ഷെ എന്നാലും ലോബ്സ്റ്റർ തന്റെ ഷെല്ല് പൊട്ടിക്കും. കാരണം തൊട്ടടുത്ത സ്റ്റേജിലേക്ക് അതിന് വളർന്നേ പറ്റൂ. തൊട്ടടുത്ത സ്റ്റേജിൽ വളരും, വീണ്ടും ഈ ഷെല്ല് വരും, വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക് പോകണം, വീണ്ടും ഈ ഷെല്ല് പൊട്ടിക്കണം, ഈ വേദനകളൊക്കെ കടന്നു പോകണം. അങ്ങനെയാണ് ഈ ലോബ്സ്റ്റർ വളരുന്നത്. നമ്മളെ പ്രകൃതിയിൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പാമ്പ് ഈ പടം പൊഴിക്കുന്നതും ഈ മണ്ണിര
രണ്ടായി സ്പ്ലിറ്റ് ആവുന്നതും ഒക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പൊ അതിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ. അപ്പൊ നമ്മൾ നമ്മളെ സ്വപ്നങ്ങളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ളതായാലും ശാരീരികമായിട്ടുള്ള എന്ത് തരം പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്ത് നമ്മളെ ഡ്രീമിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് സ്റ്റിക്ക് ഓൺ ഇറ്റ് എന്ന് പറയും. നമ്മള് ഒരുപാട് നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സ്റ്റോറി കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ രാജാവിന്റെ കഥ പറഞ്ഞു. ഇത് വേറെ ഒരു രാജാവാണ്. ഈ രാജാവ് എന്ന് പറഞ്ഞാൽ വളരെ ചെയ്യുന്ന യുദ്ധങ്ങളിലൊക്കെ വിജയിക്കുന്ന, തോൽവി എന്താന്ന് അറിയാത്ത വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രാജാവാണ്. തന്റെ ചെയ്ത എല്ലാ യുദ്ധങ്ങളും ഈ രാജാവ് വിജയിച്ചിട്ടുണ്ട്. അത്രയും ശക്തനാണ്, സമർത്ഥനാണ്. അദ്ദേഹത്തിന് തന്റെ എല്ലാ യുദ്ധത്തിനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു ശക്തനായ കമ്പാനിയനുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ആന. വളരെ ശക്തനാണ്, എനർജറ്റിക് ആണ്. ഇദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ തുല്യമായിട്ട് നിന്നുകൊണ്ട് എല്ലാ യുദ്ധവും ജയിക്കാൻ വേണ്ടി രാജാവിനെ സഹായിച്ച ഒരു ആന. എന്നാൽ കാലം മാറി, ആന വയസ്സനായി, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങി, യുദ്ധത്തിൽ പോവാതായി. എങ്കിലും രാജാവ് ആനയെ മറന്നിട്ടില്ല. അവിടെയുള്ള കാട്ടിൽ സ്വൈര്യ വിഹാരത്തിന് ആനയെ വിട്ടു. ആനയ്ക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ രാജാവ് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടെ രാജാവ് പോയി ആനയെ കാണാറുണ്ട്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആനയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ അരുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയത്താണ് പോകുന്ന വഴിക്ക് ഒരു ചതുപ്പ് നിലം ഉണ്ടായിരുന്നു. ആന അത് കണ്ടില്ല. ആന അതിൽ വീണു. പുറത്തേക്ക് കയറാൻ ശ്രമിക്കും തോറും ആന ആ ചതുപ്പ് നിലത്തേക്ക് ആണ്ടുപോയി. വെപ്രാളത്തില് ആന ചിഹ്നം വിളിച്ചു. ആ കാട് മുഴുവൻ കുലുങ്ങി. പതിയെ രാജാവിന്റെ ചെവിയിലും ഈ കാര്യം എത്തി. രാജാവ് സർവ്വ സന്നാഹങ്ങളും കൊണ്ട് രാജാവ് ഈ ആനയെ രക്ഷിക്കാൻ പോവാണ്. എല്ലാ തരത്തിലും ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും ആനയെ പുറത്തെത്തിക്കാൻ പറ്റുന്നില്ല. കാരണം ആന എന്ന് പറയുന്ന അത്രയും വലിയൊരു ജീവിയല്ലേ. ഇവരെ കൊണ്ടാവുന്ന തരത്തില് അവരെ കയ്യിലുള്ള എല്ലാ നല്ല ഫെസിലിറ്റീസും ഈ ആനയെ രക്ഷിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷെ നടക്കുന്നില്ല. അപ്പോഴാണ് ആ വഴി ബുദ്ധൻ പോകുന്നത്. അപ്പൊ ബുദ്ധനോട് രാജാവ് ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു, സഹായിക്കാൻ ആവശ്യപ്പെട്ടു. എന്തെങ്കിലും മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പൊ ബുദ്ധന് പറഞ്ഞു, നിങ്ങളുടെ സൈന്യത്തെ ഒരുക്കുക, എന്നിട്ട് ഈ ആനയുടെ മുന്നിൽ വെച്ചിട്ട് കാഹളം ഊതണം. ഏത്? അവര് യുദ്ധത്തിന് ഉപയോഗിച്ച അതേ കാഹളം. അങ്ങനെ അതേപോലെ ഇവര് കാഹളം ഊതി. ഈ കാഹളത്തിന്റെ ശബ്ദം കേട്ടതോടുകൂടി ആനയുടെ മട്ട് മാറി. പൂർവാധിക ശക്തിയോടെ ആന സ്വയം ഈ ചതുപ്പിൽ നിന്ന് പുറത്തു വന്നു. ആനയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്റെ യുദ്ധവും ആ സമയത്ത് തന്റെ ശക്തിയും ഒക്കെ ഓർമ്മ വന്ന് നല്ല ശക്തിയോടെ ഈ ചതുപ്പ് നിലത്തുനിന്ന് സ്വയം പുറത്തേക്ക് വന്നു. ഇതുപോലെയാണ് നമ്മളെ ലൈഫിലും പല കാര്യങ്ങളും. നമ്മൾ ഒരുപാട് റിസ്കുകളും ഒക്കെ എടുക്കുന്നുണ്ടാവുക നമ്മൾ ഫോക്കസ് ചെയ്തൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഈ റിസ്കുകൾ എടുത്ത് നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഒരുപാട് റിസ്കുകൾ എടുക്കും. അതിലോടുകൂടി നമ്മൾ ക്ഷീണിക്കും. ആ സമയത്ത് നമ്മളുടെ സ്വപ്നം എന്താണെന്ന് നമ്മൾ മറന്നുപോകും. നമ്മൾ ഈ ക്ഷീണവും അതിന് പരിഹാരവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. നമ്മുടെ യഥാർത്ഥ സ്വപ്നം എന്താണെന്ന് നമ്മൾ മറന്നുപോകും. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമ്മളുടെ സ്വപ്നത്തെ സ്വയം റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വേറൊരാളുടെ സഹായം ഒന്നും വേണ്ട. നമ്മൾ തളർന്നു പോകുമ്പോഴും ഒക്കെ തന്നെ എന്താണ് എൻ്റെ ഡ്രീം എന്ന് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതിന് ഏറ്റവും പ്രധാനം നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ ഡ്രീം എന്താ നമുക്ക് ഓർമ്മ വേണം. പിന്നെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ടേക്ക് ഇറ്റ് ബിഫോർ യു മേക്ക് ഇറ്റ് എന്നാണ്. നമ്മളതായി എന്ന് നമ്മളവിടെ തീരുമാനിക്കുക. എന്നിട്ട് അതുപോലെ നമ്മളെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ ഡ്രീം നമ്മളെ ബ്രെയിനിൽ അത് റിമൈൻഡർ ആയി നിൽക്കും. എത്ര തളർന്നു പോയാലും വീണ്ടും എണീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ഒരു പവർ നമുക്ക് കിട്ടും. ഈ സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നതും അത് ലൈഫ് സ്റ്റൈൽ ആക്കുന്നതും നമ്മുടെ ഒരു ഹാബിറ്റിന്റെ ഭാഗമാക്കുന്നതും കൊണ്ട് ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ ഒരുപാട് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട് നമ്മുടെ മുന്നിൽ. ഏറ്റവും അടുത്തത് ഉദാഹരണമാണ് സുനിത വില്യംസ്, നമ്മുടെ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, നെൽസൺ മണ്ടേല. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ
ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് അത് ലൈഫിൽ കൃത്യമായ ഹാബിറ്റ്സ് ഫോളോ ചെയ്ത് അവരുടെ സക്സസ്സിൽ എത്തിയ ആൾക്കാരാണ്. ഇന്നും നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ ഇവരൊക്കെ നമ്മളെ നാവിലും മനസ്സിലും വരുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇല്ലെങ്കിലും നമ്മുടെ ഡ്രീമിലേക്കെങ്കിലും എത്താൻ നമുക്ക് പറ്റണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ഷുവർ പാത്ത് എന്താവണം എന്ന് തീരുമാനിക്കണം. കൃത്യമായ ഡിസിഷൻസ് വേണം. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കണം. നിങ്ങളോട് ചോദിക്കണം, എനിക്ക് എന്താണ് വേണ്ടത്, എന്താണ് എൻ്റെ പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിയണം. അതിനനുസരിച്ചുള്ള ഹാബിറ്റ് ഉണ്ടാക്കണം. അതിനുശേഷം ആ ഹാബിറ്റ് ത്രൂ ഔട്ട് ഫോക്കസ് മുന്നോട്ട് കൊണ്ടുപോവുക. എവിടെയും സ്റ്റക്ക് ആവാതെ നമ്മളെ ലൈഫിൽ ഓരോ നിമിഷത്തിലും നമ്മുടെ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കാൻ ചില ഫേക്ക് ആയിട്ട് നമ്മുടെ ഡ്രീമിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഡ്രീമിലേക്ക് എത്തിപ്പെടുക. അതിന് ഏജോ അല്ലെങ്കിൽ ഒരുപാട് വൈകിപ്പോയോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്നാണോ ആ ഷുവർ പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നിടത്താണ് അതിന്റെ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഒരു ഷുവർ ആയിട്ടുള്ള ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാനും അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷാന മാം, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു സെഷനെ കുറിച്ച് ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ടൈമാണ്. സോ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സംസാരിക്കുക. ആരും ഇല്ല. ഓക്കെ, ആരാണ് ഫസ്റ്റ് ഷെയർ ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ പേര് വിളിക്കണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, ഇതിനെ പറ്റി ആർക്കും ഫീഡ്ബാക്ക് ഒന്നും ഷെയർ ചെയ്യാനില്ലേ? എന്താണ്? ഷാജിൻ സർ. മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ചോദിച്ചല്ലോ നമ്മളോട്, നമ്മുടെ പൂർവ്വകാലത്തിലുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയാണോ ഇപ്പോഴും നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചു. അതൊരിക്കലും അല്ല. നമ്മൾ ഓരോ ദിവസവും മാറി 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 നമ്മുടെ ചിന്തകളും അതൊക്കെ മാറി മാറി വരികയാണ്. അപ്പോൾ പല കഥകളിലൂടെ അത് നമ്മൾ പലതും ചിന്തിച്ച് വെച്ച് കറക്റ്റ് ആയിട്ട് പോകുന്ന ഒരു പാത്തുനിന്ന് പെട്ടെന്ന് വിട്ട് വേറൊരുന്ന് കാണുമ്പോൾ അതിലേക്ക് ചാടി അങ്ങനെ മാറി 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 നമ്മൾ പോകുന്നതാണ്. ഓക്കെ, സക്സസിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ നല്ല നല്ല കാര്യങ്ങൾ പലതും വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് പുതിയതിനെ പിടിക്കാൻ പോകുന്നത്. അപ്പൊ അത് മെസ്സേജിലൂടെ വളരെയധികം കഥകളിലൂടെ ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞ് വീണ്ടും നമ്മൾ വിട്ടുപോയതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി ആ ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു സെഷനായിരുന്നു. ആ രാജാവിന്റെ കഥയൊക്കെ അത് കറക്റ്റാണ്. കറക്റ്റായിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചെറിയ ചെറിയ ഹാബിറ്റിലൂടെ നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ എല്ലാവർക്കും അറിയാം, നല്ല മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാവുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു ഷാജിൻ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇന്ന് എന്താണ് പറ്റിയത്? നമുക്ക് മെമ്പേഴ്സ് നല്ല കുറവായിട്ടുണ്ടല്ലോ. ലീഡേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി ആരാണ്? ഷാംലി മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഷാംലി മാം. ഓക്കെ, ഷൈനി മാം. ഷൈനി മാം കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാനൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. അതെയോ? നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നമ്മള് കുറെ കാര്യങ്ങള് ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളൊക്കെ
അല്ലെങ്കിൽ കേട്ടിരുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ അതൊക്കെ ഒന്ന് മറന്നുപോയ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്താനും അതൊരു നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു Okay. Thank you, Shiny ma'am. Thank you so much. Okay, Mani sir. ഷാനമ മാം, മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് തന്നെ, നല്ല നെറേഷൻ, നല്ലൊരു വിവരണമാണ്. പ്രത്യേകിച്ച് ആ സ്റ്റോറീസ് എല്ലാം വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്വയം മനസ്സിലാക്കാനും നമ്മളെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി നമ്മൾ ഡ്രീം ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ഡിസിഷൻ എല്ലാം എടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ഹാബിറ്റ്സ്, നല്ല നല്ല ഹാബിറ്റ്സ് കെട്ടിപ്പടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടൈം മാനേജ്മെന്റിന്റെ കാര്യം, നമ്മളെ കംഫർട്ട് സോൺ എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതും, അതുപോലെ വിഷ്വലൈസേഷന്റെ കാര്യം. അപ്പോൾ ടേക്ക് ഇറ്റ് ബിഫോർ യു മേക്ക് ഇറ്റ് പറഞ്ഞ നല്ല ഒരു കാര്യങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ഈ സ്റ്റോറീസിന്റെ എക്സാമ്പിളോട് കൂടിയിട്ട് വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും നല്ല അറിവുകളാണ് ഇന്ന് കിട്ടിയത്. താങ്ക് യു വെരി മച്ച്. Okay, Mani sir, thank you so much. Vincent sir. മാജിക് മോർണിംഗ് എവരിബഡി. ഷന മാം വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നമ്മൾ സ്വയം ഉള്ളിലേക്ക് പോയിട്ട് നമ്മളെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഇതായിരുന്നു മാഡത്തിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവസാനം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ടേക്ക് ഇറ്റ് ബിഫോർ യു മേക്ക് ഇറ്റ്. അതാണ് അതിൻ്റെത്. യു ഷുഡ് ടേക്ക് ഇറ്റ്, യു ഷുഡ് ഇൻവോൾവ് യുവർ സെൽഫ്. ചില നമ്മൾ അറിയണം നമ്മൾ ആരാണെന്ന്, എന്നിട്ട് വേണം നമ്മളത് ആകാനായിട്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കണോ അത് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ സ്വയം നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള ടിപ്സാണ് മാം പറഞ്ഞു തന്നത്. അത് വളരെ നന്നായി. മണിസാർ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഒന്ന് ചെകഞ്ഞെടുക്കാനും അത് പൊടി തട്ടി നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മളെ അത് സ്വയം ആവാഹിക്കാനും കഴിച്ചു. നല്ലായിരുന്നു. നല്ലൊരു എന്താ പറഞ്ഞ വളരെ നല്ല വോയിസിൽ യാതൊരു ഇതും ഇല്ലാണ്ട് വളരെ ചില ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എക്സൈറ്റഡ് വെയിലൊക്കെ പറയും. അങ്ങനെയൊന്നും ഇല്ലാതെ ഒരേ സെയിം ടോണിലാണ് പറഞ്ഞത്. അത് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളാൻ കഴിച്ചു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Okay, thank you, Vincent sir. Thank you so much. അപ്പോ ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ, ഷെയർ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവര്? ഇല്ല. ഓക്കെ ഫൈൻ. എന്നാ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഷാന മാം? ഓക്കെ. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്തിട്ടുള്ള ഷാന മാമിന്, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ലീഡേഴ്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം നമുക്ക് നമ്മുടെ മെമ്പേഴ്സിന്റെ കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇതിൽ ലീഡേഴ്സ് ആരും ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ ഫൈൻ. എനിവേ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു ഷാന മാം. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. Thank you. Magic morning to all.